ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. മുമ്പും ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ഐസ്ക്രീം ചെയ്തിരുന്നു. അത് പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അതിലേക്ക് 15 ഡേറ്റ്സാണ് ഞാൻ ചേർത്തത്. അപ്പോൾ എനിക്ക് ഈ മധുരം കറക്റ്റായിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ ഈ ഐസ്ക്രീമിൽ വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഡേറ്റ്സിൻ്റെ മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പാലിൽ കുരുവൊക്കെ കളഞ്ഞ ഡേറ്റ്സ് ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് 8 മണിക്കൂറെങ്കിലും മിനിമം നമ്മളത് കുതിർത്തെടുക്കണം ഡേറ്റ്സ്. എന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും നന്നായി അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പതുക്കെ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ അരഞ്ഞു കിട്ടില്ല എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡേറ്റ്സും കുറച്ച് പാലും മാത്രം ചേർത്ത് ആദ്യം അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനോടെ ചേർക്കുകയാണ്. ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവനോടെ ചേർത്ത് അരച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഐസ്ക്രീമിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കണില്ല. ഈ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഷ്ടത്തിനനുസരിച്ച് ഈ ഡേറ്റ്സിൻ്റെ എണ്ണം തീരുമാനിക്കാവുന്നതാണ്. ചില ഡേറ്റ്സ് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആവും. അപ്പോൾ എണ്ണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഈ കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കൊക്കോ പൗഡർ എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബ്ലെൻഡറിലൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ. പാലും ഡേറ്റ്സും അതുപോലെ തന്നെ കൊക്കോ പൗഡറും. ഇനി നമുക്കത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യണം. ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് വേണ്ടു. അത് തന്നെ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 5 മണിക്കൂറേ വെച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മണിക്കൂർ വരെ വയ്ക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഇതിപ്പോൾ ഡേറ്റ്സ് ചേർത്തു എന്ന് വെച്ചിട്ട് നമുക്ക് മധുരത്തിന് കുറവൊന്നുമില്ല ഐസ്ക്രീമിന്. സാധാരണ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് നമുക്കിതുപോലെ ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ആകെ 3 ഇൻഗ്രീഡിയൻസ് വേണ്ടു. അത് തന്നെ അധികം സമയവും വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ, എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ മുമ്പും ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം ചെയ്തിരുന്നു. അത് ബനാന വെച്ചിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടണിൽ ഇപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഴം കഴിക്കാത്ത കുട്ടികളെ പഴം കഴിപ്പിക്കാനായിട്ട് അതും നല്ലൊരു ഐഡിയ ആണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.